ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊണാലിസ ബോസിലെ മാരേജ് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ബാക്കി പത്രമായിട്ട് വരുന്ന നിലവിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത്. ഈ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ നടന്ന പൂജകളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പെണ്ണിന് 17 വയസ്സ് മാത്രമാണ് പ്രായം, പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കണ്ടതാണ്. എന്നാൽ അതിനിപ്പോൾ കൂടുതൽ ക്ലാരിറ്റി വരുത്തുന്ന രീതിയിൽ ഇവരൊരു പ്രസ് മീറ്റ് ഒക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു, ഡോക്യുമെന്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു വിവാദം ആദ്യം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് ജനൻ ടി വി ആണ്. ജനൻ ടി വിക്കകത്താണ് ഈ പെണ്ണിന് 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ഇല്ലീഗലായിട്ട് നടന്ന കല്യാണമാണെന്നുള്ള തരത്തിലൊക്കെ വാർത്ത ആദ്യം വന്നത്. മാത്രമല്ല, ഈ പെൺകൊച്ച് വൈറലായ സമയത്ത് 16 വയസ്സ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം 16 വയസ്സ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസിനകത്ത് നാഷണൽ മീഡിയാസ് അടക്കം വാർത്ത കൊടുത്തത്. ഇപ്പോഴും ഈ പെണ്ണിന്റെ ഏജ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിലും അന്ന് റിപ്പോർട്ട് ചെയ്ത പല ചാനലിനകത്തും 2009 ജാനുവരി 21 എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പെണ്ണിന് 17 വയസ്സ് മാത്രമാണ് പ്രായം എന്നുള്ളൊരു വാദം വന്നത്. പിന്നെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാമല്ലോ, യഥാർത്ഥ വയസ്സൊന്നും ആയിരിക്കത്തില്ല സർട്ടിഫിക്കറ്റിനകത്തുള്ളതൊന്നും. പണ്ടൊക്കെ കേരളത്തിൽ ഇമാതിരി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് വേറൊന്നാണ്, എന്നാൽ യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്ത് വേറൊന്നാണ്. ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റി കൊടുക്കുന്ന ഒരു പരിപാടി പണ്ടും കേരളത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിനൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. മേ ബി അതുപോലെ വല്ലതുമാണോ ഇതൊന്നും നമുക്ക് അറിയില്ല. എന്താണെങ്കിലും ജനൻ ടി വിക്കാർ രണ്ടും കൽപ്പിച്ചാണ് അമ്മയൊക്കെ കോണ്ടാക്ട് ചെയ്തത്. ഈ പെണ്ണിന്റെ അമ്മ എന്ന് വെച്ചാൽ മധ്യപ്രദേശിലുള്ള ഈ പെണ്ണിന്റെ അമ്മയൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവരുടെയൊക്കെ വോയിസ് റെക്കോർഡൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് വെക്കാം. मेरी बात समझो, मेरा आदमी एक ही लाए, दोनों माए बेटे गए थे. आप केरला से बात कर रहे हो ना सर? मेरे पाँव पड़ू. मेरे आदमी को वो लोगों ने कब्जे में ले लिया, उसको थाने में बिठा दिया. मेरी लड़की को कुछ खिला पिला दिया, तो मेरी लड़की से कुछ बोले भी नहीं, कुछ घर की बात भी नहीं, और मेरी लड़की से शादी जबरदस्ती कर ली. सर तेरे पाँव पड़ू. मेरा आदमी अभी देखो केरला में बैठा है, एयरपोर्ट में बैठा है सर. एयरपोर्ट में. ठीक है. माता जी, ये बताइए इनका जो डेट ऑफ बर्थ कितना है, ये मोना का? कैसे बोलो? जन्म तीयदी कितना है? मेरा जन्म देखो, मेरी लड़की का जन्म 16 साल का ही है. तो मेरे पति, हेलो, हाँ, मेरी लड़की का 16 साल का ही है. देखो आप भी फेमस हुई थी, 16 साल की है. മോണോലിസയുടെ വിവാഹം ഇന്നലെ നടക്കുന്ന വേളയിൽ തന്നെ ഇതിനകത്ത് വലിയ ദുരൂഹത വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയതാണ്. ഒന്നൊരു മുസ്ലിമുമായുള്ള വിവാഹം എങ്ങനെ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നുവെന്ന ചോദ്യമുണ്ട്. ഒപ്പം ഇതിനൊരു ലവ് ജിഹാദ് രീതിയിലുള്ളൊരു ശൈലി ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ പ്രായം 16 വയസ്സാണ് എന്ന് ഇന്നലെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ അമ്മ നമ്മുടെ പ്രതിനിധിയുമായി സംസാരിക്കുന്ന വേളയിൽ പറയുന്നു കുഞ്ഞിന്റെ പ്രായം 16 ആണ് എന്നതാണ്. പ്രായം 16 ആണ് എന്ന് അമ്മ പറഞ്ഞു എന്നാണ് ഇവർ ഈ വോയിസ് കേട്ടിട്ട് പറയുന്നത്. അമ്മ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നമുക്കൊന്ന് കേൾക്കാം. ഈ 16 വയസ്സ് തന്നെ ആണോ പറഞ്ഞതെന്ന് ഒന്ന് വ്യക്തമാക്കണമല്ലോ. ആ ലാസ്റ്റ് ഭാഗം നിങ്ങളൊന്ന് സൂക്ഷിച്ച് കേട്ടോ. मेरी लड़की का 16 साल का ही है. देखो आप भी फेमस हुई थी, 16 साल की है. അവള് ഫേമസ് ആയ സമയത്ത് 16 വയസ്സ് എന്നുള്ളതാണ് പറഞ്ഞത് എന്നാണ് എനിക്കിതിനകത്ത് മനസ്സിലായത്. വേറെ കാര്യങ്ങൾ ഈ അമ്മ പറയുന്നത്, ഈ പെണ്ണ് അച്ഛനോടൊപ്പമാണ് കേരളത്തിൽ വന്നത്. ഈ പെണ്ണിന്റെ തന്ത എയർപോർട്ടിൽ വൈറ്റാഹേ എന്നാണ് പറയുന്നത്, എയർപോർട്ടിൽ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ തന്ത കേരളത്തിലുണ്ട് ഗൈസ്. പിന്നെ ഈ പെണ്ണിന്റെ വയസ്സ് 16 എന്ന് വെച്ചാൽ ഫേമസ് ആവുന്ന സമയത്ത് 16 എന്നാണ് പറയുന്നത്. അത് ഇവന്മാര് വാർത്തയ്ക്കകത്ത് വളച്ചൊടിച്ചിട്ട് 16 വയസ്സാണ് അമ്മ പറഞ്ഞത് എന്നുള്ള രീതിയിലാക്കി തീർത്തിട്ടുണ്ട് ജനൻ ടി വിക്കാർ. അപ്പം ഈ രീതിയിലുള്ള വോയിസ് ഒക്കെ പുറത്തു വിട്ടു. അങ്ങനെ ഈ ചർച്ച കടുത്തു, വിവാദം നല്ല രീതിയിൽ അങ്ങ് ചൂട് പിടിച്ചു. ഇത് ചൂട് പിടിക്കുമ്പോൾ ഉറപ്പായിട്ടും മണ്ഡലകാലം ഇലക്ഷൻ കാലമാണ് വരാൻ പോകുന്നത്. CPM-ന്റെ പൊട്ടത്തരം എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ആളുകൾ കൊട്ടി ആഘോഷിക്കും, ഇലക്ഷനെ ബാധിക്കും. മാത്രമല്ല, 1-2 ദിവസങ്ങളായിട്ട് CPM-ന് നല്ല കോളാണ്. ഗണേശണ്ണന്റെ വക വെടിവഴിപാട്, ഇപ്പം നാണ്ട മന്ത്രിമാരുടെ വക കല്യാണ വഴിപാടും. എന്താണെന്ന് അറിയത്തില്ല, നല്ല രീതിയിലുള്ള ഒരു മാംഗല്യ ശാപം CPM-ന് ഇപ്പൊ കിട്ടുന്നുണ്ട്. എന്തരാണോ എന്തോ, വാട്ട് എവർ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ മൊത്തത്തിൽ ഇത് ഫേമസ് ആയിട്ടുണ്ട്. ഈ പെണ്ണ് ഇന്ത്യ മൊത്തം ഫേമസ് ആയതിന്റെ പേരിൽ ഇങ്ങനെ ഇവിടെ കല്യാണം നടക്കുന്ന സമയത്ത്, അതും കേരളത്തിൽ പോയിട്ട് കല്യാണം നടക്കുന്ന സമയത്ത് എന്താണെങ്കിലും ഈ കാര്യങ്ങൾ ഒക്കെ ചർച്ചയാവും. 1-2 റീൽസ്, ഓൾ ഇന്ത്യ തലത്തിൽ ഫേമസ് ആയ 1-2 റീൽസ് ഞാൻ കാണിക്കാം. ഇതൊരു റീലാണ്, ഇത് മറ്റൊരു റീലാണ്. ഇതെല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതാണ്, ഒരുപാട് പേര് കമന്റും ചെയ്തിട്ടുള്ളതാണ്. അതാണ്ട് ഇതൊരു മറ്റൊരു റീല്. മഹാകുംഭ വൈറൽ ഗേൾ മൊണാലിസ റൺ അവേ വിത്ത് മുസ്ലിം ബോയ് ഫ്രണ്ട് ഗെറ്റ് മാരിഡ് ഇൻ കേരള ടെമ്പിൾ, ഫാമിലി ഒപ്പോസസ് റിലേഷൻഷിപ്പ് വിത്ത് മുസ്ലിം ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് 24,300 പേര് ആ ഒരു വീഡിയോ ലൈക്ക് വരെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ നിന്ന് കുറെ കമന്റ്സ് ഉണ്ട്. ഈ കമന്റ്സ്
മൊത്തം കേരളത്തിനെതിരെയാണ് ഈ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട ആ റീല് 4.8 മില്യൺ, ഓൾമോസ്റ്റ് ഒരു 50 ലക്ഷം പേര് ആൾക്കാർ കണ്ടിട്ടുമുണ്ട്. ഇതിന്റെ അടി വന്ന കുറച്ച് കമന്റ്സ് ഞാനൊന്ന് കാണിക്കാതെ. ഒരു കമന്റ്, ഹലാല മുബാറക് ടു മൊണാലിസ, നോട്ട് എ സിംഗിൾ ബോയ് among 100 million Hindus who is sacrificing their life, no matter how much you explain to your Hindu sisters, but they think that my Abdul is not like this. ഈ ഡയലോഗ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. മേരാ അബ്ദുൾ ഐസ നെയ്യെ, കേരള സ്റ്റോറിക്കകത്ത ഡയലോഗാണ്, ആ ട്രെയിലറിനകത്തുള്ള ഡയലോഗാണ്. ആ സാധനം വെച്ചിട്ടാണ് ഈ ഒരു കമന്റ് ഇട്ടേക്കുന്നത്. ആൻഡ് നൗ കൺഗ്രാജുലേറ്റിംഗ് യുവർ ഓൺ ഡിസ്ട്രക്ഷൻ. In the coming time, give a birth to child of Muslim who will be eating the right of a Hindu brother in our own India and will do jihad. ഇവന്മാര് വിഷമല്ല, ഇവന്മാര് കാളകൂടെ വിഷമാണ്. എന്തുവായ തുപ്പുന്നത്? സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള ഈ കമന്റ് ഇട്ടവനൊക്കെയാണ് ഏറ്റവും വലിയ മത തീവ്രവാദികൾ. ഷെയ്ം ഓൺ യു. ഐ വിഷ് കുംഭ വുഡ് ഹാവ് ലേൺ എ ലിറ്റിൽ അബൌട്ട് ഹെർ റിലീജിയൻ. കേരള സ്റ്റോറി റിട്ടേൺസ് എന്നൊക്കെ പറഞ്ഞ് അടുത്ത കമന്റ്. മറ്റൊരു കമന്റ്, RIP മൊണാലിസ ഇൻ അഡ്വാൻസ്. മറ്റൊരു കമന്റ്, ലവ് ജിഹാദ് ട്രാപ്ഡ് ബേവക്കൂഫ്. ബേവക്കൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. മറ്റൊരു കമന്റ്, ഐ തിങ്ക് ഷീ ഡിഡിന്റ് വാച്ച് കേരള ഫയൽസ്. ഇപ്പൊ എപ്സ്റ്റീൻ ഫയൽസ് പോലൊക്കെ നോർത്തിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേരള ഫയൽസ് എന്ന് പറയുന്നത്. അതിനെ എനിക്ക് തോന്നുന്നു കേരള സ്റ്റോറിയാണ് ഉദ്ദേശിക്കുന്നത്. ഇവരിപ്പം ഒരു പ്രസ് മീറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇവരുടെ ഭാഗത്ത് ഒരു റിപ്ലൈ കൊടുക്കണമല്ലോ, ആളുകളെ ബോധിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ് മീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്ത് പറയുന്ന ഒരു പ്രസക്തമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ വെക്കാം. करना पड़ा क्योंकि इन पे परिवार की थोड़ी दाम थी. दूसरी जगह शादी की 2-3 दिन में इनकी शादी होने वाली थी. घर पे 2-3 दिन में शादी होने वाली थी और वहाँ पे मेहमान गेस्ट भी आए हुए थे घर पे शादी के लिए. तो इसलिए मोनालिसा ने बोला कि शादी करो, अदरवाइज फिर कुछ और गलत हो सकता है मेरे साथ. 2-3 ദിവസത്തിനുള്ളിൽ ഈ പെണ്ണിന്റെ കല്യാണം വീട്ടുകാരെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇവർ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയത്. കല്യാണം നടത്തിയേക്കുന്നത് തന്നെ ഈ പെണ്ണ് ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്, മരിക്കുമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. हो जाएगा, वो जबरदस्ती करता है फैमिली, इसलिए उसका बात नहीं. मैंने इनको बोला कि अगर आप मुझसे शादी नहीं करोगे तो मैं सुसाइड कर लूंगी. इसलिए मैंने सोचा कि वो किसी की जिंदगी से बढ़कर नहीं है मेरी. ഇത് 100% വള്ളിക്കെട്ട് കേസാവുമെന്ന് ഈ പെണ്ണിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. അവള് ചിരിച്ചോണ്ടാണ് പറയുന്നത്, എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. ഇത്രയും മെച്യൂരിറ്റി ഉള്ളൂ. ഈ പെണ്ണ് പറയുന്നത് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റിനകത്തൊക്കെ കാര്യങ്ങൾ ശരിയാണെങ്കിൽ 18 അങ്ങോട്ട് കഴിഞ്ഞ് 2 മാസം ആയിട്ടേ ഉള്ളൂ. ഈ പെണ്ണിനോ ചെക്കനോ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഇവർ അടിച്ചു പിരിഞ്ഞു പോവുകയോ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കേരളത്തിന്റെ തലയിൽ തന്നെ ഇരിക്കും. ഇത് ഒഴിയാബാധയായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പായിട്ട് തന്നെ എന്തായാലും തലയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു മൈൻഡ് സെറ്റ് ഒക്കെയാണ് ഈ പെണ്ണിനും ചെറുക്കനും ഉള്ളത്. അരി ഏതാ പിണ്ണാക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പ്രായം. കൊള്ളാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചെറുക്കൻ കൺവേർഷൻ നടത്തത്തില്ല എന്ന് പറയുന്നുണ്ട് ഈ പെണ്ണിനെ. അതുകൂടെ കേൾക്കാം. और सर ऐसा नहीं है, मैंने हिंदू रीति रिवाज से शादी की है. मोनालिसा हिंदू है. मैंने उसकी खुशी, जो जैसे मोनालिसा बोलेगी मैं उसी तरीके से किया, क्योंकि मैं उसकी खुशी चाहता हूँ, उससे प्यार करता हूँ. तो ऐसा कुछ नहीं है, प्यार में ऐसा कुछ नहीं होता कि कन्वर्ट करना ही जरूरी है कि मैं हिंदू बन जाऊं या मुसलमान बन जाए. ऐसा कुछ नहीं है, सब धर्म बराबर है. मैं उत्तर प्रदेश से हूँ. ഈ സാഹചര്യത്തിൽ കൺവേർട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അങ്ങ് ഉറപ്പിക്കും. ലവ് ജിഹാദ്, കേരള ഫയൽസ്, കേരള സ്റ്റോറി 3 സെറ്റ് ആയിരിക്കും. പയ്യൻ എന്താണെങ്കിലും കൺവേർട്ട് ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ചെറുക്കൻ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ എല്ലാ മതങ്ങളെയും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അങ്ങനെ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് മുസ്ലിം ആണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അമ്പലത്തിൽ പോയിട്ട് അവരുടെ ആചാരപ്രകാരം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ കല്യാണം തന്നെ ഞാൻ കഴിച്ചത് എന്നുള്ള കാര്യമൊക്കെ ചെറുക്കൻ പറയുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മനുഷ്യന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചൂട് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇനി നമുക്ക് ഈ പറയുന്ന അഡൾട്ട് ആണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലെ പറ്റി ഇവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. 2008 हाँ बर्थ सर्टिफिकेट भी है. ये मध्य प्रदेश का. അയാളിപ്പോൾ കാണിച്ചത് ഈ പെണ്ണിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. നമ്മളെ കാണിച്ചിട്ടൊന്നുമില്ല, ഫോണിന് അതിങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചിട്ടുള്ളൂ. അത് മധ്യപ്രദേശ് വെച്ചിട്ടുള്ള പെണ്ണിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് കാണിക്കുന്നത്. ये मध्य प्रदेश का है. एक मिनट. तो ऐसा कुछ नहीं है, ये अडल्ट है. आधार कार्ड भी सब कुछ उधर का, पैन कार्ड, आधार कार्ड ये सब कुछ उधर का ही है. അപ്പം ആധാർ കാർഡ് ഉണ്ട്,
പാൻ കാർഡ് ഉണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇതെല്ലാം മധ്യപ്രദേശിലെയാണ്. അതിനകത്തെല്ലാം സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എന്നതിനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം, അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ പലരും വിയർക്കും. ഈ ഒരു കല്യാണത്തെ നമ്മുടെ CPM-കാരും മീഡിയക്കാരും നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. CPM-കാർ അവരുടെ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് ഇലക്ഷനൊക്കെ വരികയല്ലേ, അപ്പൊ പിന്നെ ഒരു കല്യാണം നടത്തി ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കല്യാണം ഇത്ര വട്ടം നടക്കുന്നത് കാണുന്നത്. രാവിലെ സ്റ്റേഷനിൽ വന്ന് പരാതി പറയുന്നു, ഉച്ചയാകുമ്പോഴത്തേക്ക് കല്യാണം കഴിയുന്നു. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരു കല്യാണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇത്രയും ഫാസ്റ്റ് ആയിട്ടും കല്യാണം നടത്താമെന്ന് CPM-കാർ തെളിയിച്ചു. അപ്പൊ ഇതിനകത്തെല്ലാം ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നല്ല രീതിയിലുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇവർ തന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി, ഞാൻ 18 വയസ്സാണ്, എനിക്ക് 18 വയസ്സുണ്ട്, ഇത് ലവ് ജിഹാദ് അല്ല, ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്, ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥ വന്നത്. ഈ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയോ മറ്റേ മുകുന്ദണ്ണനോ AA റഹീമോ ആരും അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് നടക്കാൻ പോകത്തില്ലായിരുന്നു. ഇവരൊക്കെ അവിടെ വന്ന് ഇതിന് വേണ്ടാത്ത ഒരു ബൂസ്റ്റ് അങ്ങ് നൽകി. ഇപ്പൊ സാധാരണ ഒരു ബംഗാളിയോ ആരെങ്കിലും ആണ് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ നടത്തുന്നെങ്കിൽ ഇവർ പോയി പങ്കെടുക്കുമോ? പോയി പങ്കെടുക്കില്ല. ഇവർക്ക് മനസ്സിലായി ഇതിനൊരു ന്യൂസ് വാല്യൂ ഉണ്ട്, ഈ പെണ്ണ് ഓൾ ഇന്ത്യ ഫേമസ് ആണ്, എന്നാൽ ഇതിന്റെ ചുക്കാമണി കയറി ചുക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂസ് വാല്യൂ നമുക്കും കിട്ടും, ആ ഒരു അരിമണി എന്റേതാണ് എന്നുള്ള ഒരു ഐഡിയ അണ്ണന്മാർക്ക് തോന്നിയിട്ടാണ് അണ്ണന്മാര് മുണ്ടും മടക്കി കുത്തി അങ്ങോട്ട് വന്നങ്ങ് നിന്നത്. മനസ്സിലായോ? ഇത് കാണുന്ന ബാക്കിയുള്ള പാർട്ടിക്കാർക്ക് പിടിക്കുവോ? അവന്മാര് വെച്ച് തേമ്പി കൊടുത്ത്, പ്രത്യേകിച്ച് കാവിക്കാരി വിശ്വ ഹിന്ദു പരിഷത്തിനെ ഇറക്കിയാണ് അടിച്ചത്. അവരാണ് ആദ്യം കേസുമായിട്ട് പോകുന്നത്. അവർക്കാണ് ഇതൊക്കെ കാണുമ്പോൾ പൊട്ടുന്നത്. ഒന്നാമത്തെ കാര്യം, അമ്പലത്തിൽ ഒരു മുസ്ലിം ചെറുക്കനെ കയറ്റി കല്യാണം കഴിപ്പിച്ചു. അത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് നല്ല രീതിയിൽ കൊള്ളും. രണ്ടാമത്തത്, ഒരു ഹിന്ദു പെണ്ണിനെ കൊണ്ടാണ് മുസ്ലിം ചെറുക്കനെ കല്യാണം കഴിപ്പിച്ചത്. അമ്പലത്തിൽ വെച്ചാണ് കല്യാണം കഴിച്ചതെങ്കിലും ചെറുക്കൻ മുസ്ലിം ആയത് ഒരു വലിയ പ്രശ്നമാണ്. ഇതൊന്നും ഇവരെടുത്ത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് ഇവരുടെ കൺസേൺ. പക്ഷെ ഇവർ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ പെണ്ണിന്റെ പ്രായം, അമ്പലത്തിൽ ചെരുപ്പിടാതെ കയറി, ഈ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഇവരുടെ കൺസേൺ ഇതൊന്നുമല്ല. ഒരു ഹിന്ദു പെണ്ണും കൂടെ മുസ്ലിമായി, ഇതാണ് ഇവരുടെ കൺസേൺ. നമ്മളൊക്കെ ഇതൊക്കെ നമ്മൾ സാധാരണക്കാർ ഇതാണ് റിയൽ കേരള സ്റ്റോറി, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നമ്മുടെ ഉള്ളിൽ മതമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഊറ്റം കൊള്ളുമ്പോഴും ഇതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റുമുള്ള കുറെ ആളുകളുണ്ട്. അവരുടെ കപട മുഖങ്ങൾ മനസ്സിലാക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈ പറയുന്ന ഈ കല്യാണത്തെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കാരും ഇതിനെ എഗനിസ്റ്റ് വന്ന പാർട്ടിക്കാരും എല്ലാ എണ്ണങ്ങളും ഭൂലോക കള്ളന്മാരാണ്. കുനിഞ്ഞ് നിന്ന കോണമരടിച്ചുകൊണ്ട് പോകും. ഇനി ഇവരുടെ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്ന സമയത്ത് ഇവരുടെ മറുപടി എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. मैं अभी यहाँ पे मैं आता जाता रहता था 7-8 साल से फिल्म के लिए, तब चेन्नई में केरला में आता जाता रहता था, लेकिन अभी ഓക്കെ, 7-8 കൊല്ലമായിട്ട് ഇവൻ ചെന്നൈ കേരളമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഈ ഫിലിമിന്റെ ഭാഗമായിട്ട് പോയി വന്നുമൊക്കെ നിൽക്കുകയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. 1-1.5 साल से इधर ही रह रहा हूँ मैं केरला के अंदर. ഓക്കെ, 1.5 കൊല്ലമായിട്ട് കേരളത്തിലുണ്ട് അണ്ണൻ. हम शूट एक फिल्म थी नागम्मा, उसका मुहूर्त था 6 मंथ बिफोर, 6-7 बिफोर. उस टाइम हम दोनों मिले थे. मैं उसमें मैन लीड विलन था और ये हीरोइन थी. നാഗമ്മയാ? നാഗമ്മ എന്ന പേരിലുള്ളൊരു മലയാള പടം, അതിന്റെ അത് കേട്ടിട്ട് പോലും ഇല്ലല്ലോടാ മോനെ. നീ മലയാള പടം തമിഴ് പടം വല്ലതാണ്? നാഗമ്മ എന്ന് പറയുന്ന ഒരു മലയാള പടം ഉണ്ട്. അതിനകത്തെ മെയിൻ ഹീറോയിൻ ആണ് മൊണാലിസ. അതിനകത്തെ മെയിൻ ലീഡ് വില്ലനാണ് ഈ പറയുന്ന ഇങ്ങേര് എന്നാണ് യവൻ പറയുന്നത്. ഇതൊക്കെ ആരടാ എന്തോ? मलयालम फिल्म थी. उसके दौरान हमारी दोनों की मुलाकात हुई, केरला में हुई. नहीं, अभी तो वापस जाने का तो कोई प्लानिंग नहीं है. इधर ही हम सोच रहे हैं कि इधर देखते हैं, जैसे मोनालिसा को अच्छा लगता है. अगर केरला में अच्छा लगेगा तो हम केरला में रहेंगे, क्योंकि केरला बहुत अच्छा है और यहाँ के लोग बहुत अच्छा है. और सभी ने हमें इस शादी में बहुत सपोर्ट किया है. हमें उम्मीद भी नहीं थी. हमें लगा क्या सर, केरल में अभी इसमें त्रिवेंद्रम में, हाँ त्रिवेंद्रम में रहता है. അപ്പം തിരിച്ചു പോവാൻ പ്ലാൻ ഇല്ല കേട്ടോ. ഇപ്പം എന്താണെങ്കിലും കല്യാണമൊക്കെ നടത്തി കൊടുത്ത് ഇല്ലയോ, അവർക്ക് താമസിക്കാനുള്ള സെറ്റപ്പും ജീവിക്കാനുള്ള വകുപ്പും കൂടെ ഒക്കെ ഒപ്പിച്ച് കൊടുക്ക്, ഒരു മെമ്പർഷിപ്പ് കൂടെ കൊടുക്ക്, വോട്ടർ ഐ ഡിയും കൂടി ഇങ്ങോട്ട് മാറ്റാനുള്ള വകുപ്പ് കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 വോട്ടും കൂടെ കിട്ടും. ഇവരെ ഇവിടെ നിർത്തുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം. അവിടെ കാണാൻ കൊണ്ടുപോയി വേറെ വല്ല എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി അല്ല വല്ലതും മതം മാറി എങ്ങാണം ചെയ്ത് കഴിഞ്ഞു ഈ പെണ്ണ് പൊട്ടി അവക്കൊന്നും അറിയത്തൊന്നുമില്ല. ഇവളെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ്. വേണമെങ്കിൽ ഒന്ന് മതം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ മതം കാണാൻ മാറി തീർന്നു. അയ്യോ. അപ്പം ഇതൊക്കെയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിലവിലുള്ള
അപ്ഡേറ്റ്സ്. സോ അവർ വന്നിട്ട് അവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വെടിക്കുറ്റിയുമായിട്ട് ജൻ ടി വിക്കാർ ഇനി എപ്പോഴാണോ വരുന്നതെന്തോ, ഇതുവരെ നിലവിലൊന്നും വന്നിട്ടില്ല. അമ്മയെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അമ്മയുടെ ഫോൺ കോൾ വന്നിട്ടുണ്ട്, അച്ഛൻ്റെ ഫോൺ കോൾ കിട്ടിയിട്ടില്ല. അവർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അച്ഛനെ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മേജർ രവി ഒരു പോസ്റ്റൊക്കെ ഇട്ട്, എന്നിട്ട് അണ്ണൻ നൈസായിട്ട് അതങ്ങ് മുക്കി. നമസ്കാരം, അങ്ങനെ ഗോവിന്ദൻ സഖാവും കൂട്ടരും ഒരു ശൈശവ വിവാഹവും നടത്തി കൊടുത്തു. അവർക്ക് എന്ത് കോടതി? ധൈര്യമുണ്ടെങ്കിൽ കേസ് എടുക്ക് എന്നല്ലേ അവർ ഉദ്ദേശിച്ചത്. ശംഭോ മഹാദേവ, അഹങ്കാരത്തിന്റെ അൾട്ടിമേറ്റ്. അപ്പോ ശരി, ജയ് ഹിന്ദ് എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷെ മുക്കി കേട്ടോ. എന്ത് പറ്റിയാണ് പോസ്റ്റ് അങ്ങ് മുക്കാൻ കാരണം എന്താണ്? ഇത് മുക്കി എന്തായാലും. അപ്പൊ ഇതാണ് കേരളത്തിൽ വന്ന് കല്യാണം കഴിച്ച മൊണാലിസയുടെയും ഫർമാന്റെയും നിലവിലുള്ള അവസ്ഥ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്തായി തീരുമെന്നോ. നിങ്ങളൊരു വ്ളോഗ് ഒക്കെ തുടങ്ങുക, അത് ഓടാൻ സാധ്യതയുണ്ട്. അതിനകത്ത് വരുമാനമൊക്കെ കിട്ടുമല്ലോ. മുറി മലയാളമൊക്കെ പഠിക്കുന്ന തരത്തിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഒരു വ്ളോഗ് തുടങ്ങിയാൽ കേരളത്തിൽ ഓടും, കത്തും. അതിനകത്ത് വരുമാനമൊക്കെ ഉണ്ടാക്കി ഇവിടെ തന്നെ കഴിഞ്ഞു കൂടി പോവാം. പിന്നെ ആശീർവദിക്കാൻ വന്ന മന്ത്രിമാരുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കിടക്കാനൊക്കെ വീടൊക്കെ സെറ്റ് ചെയ്ത് തരുമോ വരും. അവർ വിചാരിച്ച് നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ റോഡ് പണി നടക്കുന്നതിന്റെ കൂടെ ഒരു വീടും കൂടെ പണി തരാൻ പറഞ്ഞ് വെച്ചങ്ങ് തരും, കുഴപ്പമൊന്നുമില്ല. എന്തോരം മുക്കിയേക്കുന്നത്. അപ്പോൾ ഒരു വീട് പണിയാനാണോ പാട്? അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ കമന്റ് ചെയ്യാൻ. അപ്പോൾ ശരി, ബൈ.